നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ അഥവാ NTTFൻ്റെ മറ്റൊരു അഭിമാന മുഹൂർത്തത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ഏവർക്കും അറിയുന്നത് പോലെ 66 വർഷം മുമ്പ് തലശ്ശേരിയിലെ നെട്ടൂർ എന്ന ഗ്രാമത്തിലാണ് NTTF പിറവിയെടുക്കുന്നത്. അന്ന് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ഏജൻസിയുടെ സഹായത്തോടു കൂടി അക്കാലത്തെ യുവാക്കളെ നൈപുണ്യ വികസന പദ്ധതിയിലൂടെ സ്കിൽ അഭ്യസിപ്പിച്ചുകൊണ്ട് കേരളത്തിനും ഇന്ത്യയിലേക്ക് മാത്രമല്ല രാജ്യാന്തര തലത്തിലേക്ക് സംഭാവന ചെയ്ത ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന മേഖലയിലൂടെ ശ്രദ്ധേയമായ ഈ കൊച്ചു സ്ഥാപനം ഇന്ന് 66 വർഷം പിന്നിടുകയാണ്. ഇന്ന് ഇന്ത്യയിലെ 15 പരം കേന്ദ്രങ്ങളിലായി 10,000-ൽ പരം വിദ്യാർത്ഥികൾ പരിശീലിക്കുന്ന ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ നെട്ടൂർ എന്ന ഗ്രാമത്തിലൂടെയാണ് ഇന്നും ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് NTTFലെ 2023-26 വർഷത്തെ ത്രിവത്സര ഡിപ്ലോമ ഇൻ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് കോഴ്സ് പൂർത്തീകരിക്കുകയും ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിലേക്കും ഇന്ത്യയിലേക്കും സർവോപരി വിദേശത്തേക്കും നിയമനം ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഓഫർ ലെറ്റർ ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയാണ്. NTTFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതവും ഏറ്റവും ശ്രദ്ധേയവുമായ ഒരു ചടങ്ങാണ് എന്നും നിയമന ഉത്തരവ് വിതരണം. ഇത്തവണ ടൂൾ എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് കുട്ടികളുടെ ഓഫർ ലെറ്റർ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് ലഭിച്ചത് ഡോക്ടർ സൂരജ് M. ബഷീർ അവർകളാണ്. അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രവർത്തിക്കുന്ന പാലയാട് ക്യാമ്പസിൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് അദ്ദേഹം നമ്മളെ ധന്യമാക്കി തീർത്തു. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടി NTTF ഫാമിലിയിലേക്ക് ഈ ഓഫർ ലെറ്റർ ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന് സ്വാഗത ഭാഷണം നടത്തുന്നത് രൺധീർ സാറാണ്. അതിനു മുൻപ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുട്ടികളെ ക്ഷണിക്കുകയാണ്. സെൻറ്റർ പാലയാടിൽ വെച്ച് നടക്കുന്ന ഡിപ്ലോമ ഇൻ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് അഥവാ CP01 കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ നിയമന ഉത്തരവ് വിതരണോദ്ഘാടനത്തിലേക്ക് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി VM സരസ്വതി അവർകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമമായ നേതൃത്വം നൽകുന്ന മാഡത്തിൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ മാറ്റുകൂട്ടും. അടുത്തായി നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ഹെഡ് അക്കാഡമിക്സ് ശ്രീ അയ്യപ്പൻ സാറിനെ ഞാൻ ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. അക്കാഡമിക് മേഖലയിലും അങ്ങയുടെ അനുഭവ സമ്പത്ത് ഞങ്ങൾക്ക് ഇന്നും പ്രചോദനമാണ്. ഇനി
നിയമന ഉത്തരവ് വിതരണം ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്ന മുഖ്യ അതിഥി ക്യാമ്പസ് ഡയറക്ടർ കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് ശ്രീ സൂരജ് ബഷീർ സാറിനെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കേറെ അഭിമാനകരമാണ്. തുടർന്ന് ആശംസ അർപ്പിക്കാനായി എന്നും നമ്മുടെ കൂടെ ഉള്ള ഇവിടെ അടുത്ത് തന്നെ ഉള്ള അസാപ്പിൻ്റെ ഡെപ്യൂട്ടി മാനേജറായ ശ്രുതി മാഡത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത് നമ്മുടെ കുട്ടികളുടെ കൂടെ എന്നും കൂടെ ഇവരെ പ്രൊജക്റ്റിൻ്റെ കൂടെ എല്ലാം നടന്ന മാനേജർ ട്രെയിനിങ് ഷാജി സാർ, പിന്നെ ഇവർ ഇൻചാർജായ എന്നുവെച്ചാൽ ഈ പ്രൊജക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുന്നിൽ കയറുമ്പം തന്നെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. ആ പ്രൊജക്റ്റെല്ലാം ഇവരെ കൂടെ തന്നെ നിന്ന് ചെയ്ത ഷാജി സാർ ഇവിടെ ഉണ്ടോ? ഷാജി സാറും പിന്നെ അരുൺ സാറും അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രത്യേകം ഇത്രയും കുട്ടികളെ പ്ലേസ് ചെയ്യാൻ സാധിച്ചതൊരു മികച്ച കഴിവ് തന്നെയാണ്. അതിനുവേണ്ടി നമ്മുടെ സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ കൊളീഗായ സുധീഷ് ജ്യോതി സാറേയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ തങ്ങളുടെ മക്കളുടെ ഈ അഭിമാന നിമിഷത്തിന് കാർമ്മികത്വം വഹിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞങ്ങൾ പ്രത്യേക സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾ ആണ് നമ്മളെ നെടുന്തൂടെന്ന് പറയാം. ഈ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ അവിരാമ പരിശ്രമം നടത്തുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പരിപാടിയിലെ നായകന്മാർ, താരങ്ങളെന്നും പറയാം, നമ്മുടെ CP01 ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗിലെ ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം തന്നെ പറയാം, അധ്വാനം ഈ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ അവസാന നിമിഷം നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, കുട്ടികൾ രാത്രിയും പകലും ഇല്ലാതെ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇയർ പോലെയല്ല, ഫസ്റ്റ് ഇയർ പോലെയല്ല, നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നിയമന ഉത്തരവുകൾ. നിങ്ങളുടെ ഭാവി ശോഭനമായിരിക്കട്ടെ. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പ്ലേസ്മെൻറ്റ് ഓഫർ നിങ്ങളുടെ യാത്രയുടെ ആരംഭം മാത്രമാണ്. നിങ്ങൾ ഇവിടെ നിന്നും പുതിയ അറിവുകൾ നേടിയും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തും ജീവിതത്തിൽ ഉയരങ്ങളേറ്റ് പറക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വിജയത്തിൻ്റെ നിമിഷത്തിൽ സന്നിഹിതരായ എല്ലാ പ്രതിഭകൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ക്ഷണിതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി NDTF തലശ്ശേരി കേന്ദ്രത്തിൻ്റെ ആരാധ്യയായ പ്രിൻസിപ്പൽ ശ്രീമതി VM സരസ്വതി മാഡത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തകർ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷവും അഭിമാനപൂർവവുമായിട്ടുള്ള ഒരു നിമിഷമാണ്. ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് 3 വർഷത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി അവർക്കൊരു പ്ലേസ്മെൻറ്റ്, അവർക്കൊരു ജോലി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഓഫർ ലെറ്റർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷപൂർണമായ ഒരു ദിവസം തന്നെ ആയിരിക്കും ഇത്. കാരണം അവരവരുടെ മക്കൾക്കൊരു ജോലി, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് എല്ലാ പാരൻസിൻ്റെയും ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ജോലി ഓഫറിലൂടെ നടക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളും അവരവരുടെ അധ്വാനത്തിന് ഒരു റിസൾട്ട് അവരുടെ ജോലിയാണ്. അത് അവരുടെ കഠിന പ്രയത്നത്തിലും പാരൻസിൻ്റെ, രക്ഷിതാക്കളുടെ സപ്പോർട്ടിലും അതുപോലെ തന്നെ അധ്യാപകരുടെ നിരന്തരമായ പ്രയത്നത്തിലൂടെയും അവർ സാധിച്ചിരിക്കുകയാണ്. 53 കുട്ടികളാണ് ടൂൾ എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോകാൻ റെഡിയായിരിക്കുന്നത്. അവിടെ എക്സാമിനേഷൻ മാർച്ച് 23 മുതൽ 31 ഇടയിലായിട്ടാണ് നടക്കുന്നത്. തിയറി എക്സാമിനേഷൻ 23 തുടങ്ങും. 28 അവരുടെ പ്രാക്ടിക്കൽ പ്രൊജക്റ്റ് ഇവാലുവേഷനാണ്. അത് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും അവരവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും.
ഞാൻ പറഞ്ഞു വന്നത് 53 കുട്ടികളാണ് ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാനിരിക്കുന്നത്. അവരുടെ എക്സാമിനേഷൻ മാർച്ച് 23 മുതൽ 31 വരെയുള്ള കാലയളവിലാണ് നടക്കുന്നത്. 28-ന് അവർക്ക് പ്രോജക്റ്റ് ഇവാലുവേഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്ഥാപനത്തോട് ബായ് പറഞ്ഞ് അവരുടെ കമ്പനികളിലേക്ക് യാത്രയാവാൻ പോവാണ്. എപ്പോഴും ഫെയർവെൽ അല്ലെങ്കിൽ വിട്ടു പോവുക എന്നുള്ളത് എപ്പോഴും വിഷമമാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾക്കും അതുപോലെ ആവും എന്ന് വിചാരിക്കുന്നു. കാരണം അവരിവിടെ ഇരിക്കുമ്പോൾ എല്ലാം വളരെ കഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു പെൻസിലിൻ്റെ കഥ പറയുമ്പോഴാണ്. പെൻസിൽ വാങ്ങിയ ഉടനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ ഉപയോഗപൂർണ്ണമാക്കണമെങ്കിൽ നമ്മൾ പല പ്രാവശ്യം അതിനെ ഷാർപ്പൺ ചെയ്ത്, അതായത് വേദനകളിലൂടെ പോയി അതിനെ ഉപയോഗപ്രദമാക്കി എടുക്കേണ്ടതാണ്. അതുപോലെ ഇവിടെ കുട്ടികൾ എത്തിയിരിക്കുന്നത് ഒരു റോ മെറ്റീരിയൽ ആയിട്ടായിരുന്നു. SSLC കഴിഞ്ഞ കുട്ടികളുണ്ട്, +1 കഴിഞ്ഞ കുട്ടികളുണ്ടാവും, +2 കഴിഞ്ഞ കുട്ടികളുണ്ടാവും. പലതരത്തിലുള്ള കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാം, അറിയാതിരിക്കാം, എഴുതാനറിയാം, വായിക്കാനറിയാം, ചിലത് അറിയില്ല, എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. അവരെ ഓരോരുത്തരെയും NTTFൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ച് അവരെ ഒരു ജോലിക്ക് സന്നദ്ധരാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഞങ്ങളും അതിൽ പരിപൂർണ സംതൃപ്തരാണ്. കുട്ടികളും 2, 3, 4 ജോലികൾ കിട്ടിയ കുട്ടികൾ ഈ ബാച്ചിലുണ്ട്. ഞങ്ങൾ കറക്റ്റായി പറഞ്ഞാൽ നവംബർ മാസം അവസാനത്തോടു കൂടി ടൂൾ എഞ്ചിനീയറിങ്ങിൻ്റെ കുട്ടികളുടെ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. എങ്കിലും കമ്പനികളുടെ ഒഴുക്കായിരുന്നു അവിടെ നിന്ന് ഈ വർഷം. ഒരുപാട് കുട്ടികളെ, 2 കുട്ടികളെങ്കിലും 3 കുട്ടികളെ അല്ലെങ്കിൽ 4 കുട്ടികളെങ്കിലും തരൂ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയ കുട്ടികളെ തന്നെ ഞങ്ങൾ ഒരുപാട് റൊട്ടേഷൻ ചെയ്ത് പല കമ്പനികളിലേക്ക് മാറ്റി. ഏകദേശം 5 ലക്ഷം വരെ ശമ്പളത്തോടു കൂടിയാണ് കുട്ടികൾ, ആവറേജ് ഞാൻ പറഞ്ഞതാണ്, മാരുതിയുള്ള കമ്പനികൾ പോയത് 5 ലക്ഷത്തോളം സാലറിയോട് കൂടിയാണ്. ഒരുവിധം എല്ലാവരും നല്ല നല്ല കമ്പനികളിലേക്കാണ് പോയിട്ടുള്ളത്. മാരുതി, ടൈറ്റാൻ, പ്രിക്കോൾ, മദർസൺ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഇൻചാർജ് പറഞ്ഞു തരും. എങ്ങനെയൊക്കെയാണ് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള കമ്പനികളിലോട്ടാണ് പോകുന്നത്. ഇതിൽ 4 പേര് ഡയറക്റ്റ് എബ്രോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം കുട്ടികൾക്ക് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞാൽ NTTFൻ്റെ മാത്രം കഴിവല്ല, ഞങ്ങളെല്ലാം അഭിമാനിക്കും. ഞങ്ങളുടെ കുട്ടികളുടെ പേരിൽ അഭിമാനിക്കുകയാണ്. നിങ്ങളുടെ ഓരോ കുട്ടിയുടെയും ഹാർഡ് വർക്കാണ് അതിന് ഇത്. അതുപോലെ തന്നെ പാരൻസിൻ്റെ സപ്പോർട്ട്, അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ 3 പേരും കൂടി വളരെ സുഗമമായി യാത്ര ചെയ്തു എന്ന് വേണം ഇതിനെ കണക്ക് കൂട്ടാൻ. എല്ലാവർക്കും പാരൻസിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ സന്തോഷം പങ്കിടുവാൻ ഇവിടെ എത്തിച്ചേർന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികൾക്ക് പറയാതെ വയ്യ. എല്ലാവർക്കും വളരെയധികം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരു നല്ല ജോലി സാധിച്ചെടുക്കാൻ പറ്റിയതിന് അഭിനന്ദനങ്ങൾ നേരിടുകയാണ്. ഇനി ജോലി കിട്ടി എന്നതിൽ മാത്രം പോരാ, ഇനി മുന്നോട്ടുള്ള യാത്ര അവരുടെ കയ്യിലാണ്. ഞങ്ങൾ മാർച്ചോടുകൂടി അവരുടെ എക്സാമിനേഷൻ കഴിഞ്ഞു എന്ന് ഞാനിവിടെ പറയുകയുണ്ടായി. പക്ഷേ ജൂൺ വരെ അവരുടെ അക്കാഡമിക് ടൈമാണ്. ജൂൺ ആളാണ് അവരുടെ 6ാമത്തെ സെമിസ്റ്റർ ശരിക്കും കംപ്ലീറ്റ് ആവുന്നത്. ഇനി 3 മാസം അത് OJT പീരീഡാണ്, ഓൺ ജോബ് ട്രെയിനിങ് ആണ്. അവർ കമ്പനികളിൽ പോയി ജോലി ചെയ്യുന്നു, അവരവിടുത്തെ എംപ്ലോയിയാണ്. എങ്കിലും ഞങ്ങളുടെ NTTFൻ്റേത് ആയിട്ടുള്ള നോക്കുമ്പോൾ ഞങ്ങളുടെ വ്യൂവിൽ അത് ഓൺ ജോബ് ട്രെയിനിങ് ആയിട്ട് ഞങ്ങൾക്ക് 3 മാസത്തെ ഇവാലുവേഷൻ ചെയ്യാനുണ്ട് കുട്ടികളെ. അവരെങ്ങനെയാണ് കമ്പനിയിൽ ചെയ്യുന്നത്, അവരുടെ അറ്റൻഡൻസ് സ്ഥിതി എങ്ങനെയാണ്, അവരുടെ വർക്ക് എങ്ങനെയാണ്, ഇവിടെ ചെയ്ത പോലെ തന്നെ അവരുടെ ഇവാലുവേഷൻ കമ്പനികളിൽ വെച്ച് നടക്കും. അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടുതൽ ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറിൽ കിട്ടാനാണ് ഇങ്ങനെയുള്ള ഒരു സിലബസ് കരിക്കുലം പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 മാസം ഇൻഡസ്ട്രിയിൽ, അതായത് ജൂണിൽ മാത്രമേ അവരുടെ അക്കാഡമിക് പീരീഡ് കഴിയുന്നുള്ളൂ. ഈ 3 മാസം കൂടി അവരുടെ NTTFൽ ഉള്ള പോലെ തന്നെ അവരുടെ ഇവാലുവേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അത് ഡയറക്റ്റ് കോണ്ടാക്റ്റില്ല, ഓൺലൈനായിട്ടും കമ്പനികളുടെ സപ്പോർട്ടോടും കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി ചില കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയിരിക്കില്ല. ചിലവർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓഗസ്റ്റ് ഉണ്ടാവും, സെപ്റ്റംബർ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് 3 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്
ഒന്നുകിൽ ഞങ്ങളുടെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും. അത് വളരെ കൃത്യതയോടുകൂടി അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ഈ 3 മാസത്തെ OJTയുടെ മാർക്ക് കൂടി ചേർത്തിട്ടാണ് അവരുടെ 6ാമത്തെ സെമിസ്റ്ററിൻ്റെ മാർക്ക് നിർണ്ണയിക്കപ്പെടുന്നത്, അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനുള്ള എലിജിബിലിറ്റി നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ 3 മാസവും അവരുടെ അക്കാഡമിക്കിൻ്റെ ഭാഗമാണ്. എങ്ങനെയായിരുന്നു പോയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അവരുടെ യാത്ര പോകണം. അവരുടെ ഇവാലുവേഷൻ വളരെ കറക്റ്റായി നടന്നുകൊണ്ടേയിരിക്കും. അവരുടെ അറിവോടെയും കമ്പനിയുടെ സഹായത്തോടുകൂടെ പിന്നിലും ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് നിരന്തരമായി കമ്പനിയുമായി കോൺടാക്റ്റ് ഉണ്ടാവും, ഓൺലൈൻ ഇവാലുവേഷൻ ഉണ്ടാവും, ഓൺലൈൻ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അത് ഞങ്ങൾ കുട്ടികൾക്ക് അതാത് സമയം വേണ്ട രീതിയിൽ ഞങ്ങൾ അത് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ അവർ കൊണ്ട് നടന്നാൽ മതി. തീർച്ചയായിട്ടും അവരെല്ലാവരും ചെയ്യും. കാരണം ആ 3 മാസത്തിൽ ഞാൻ 2 മാസം ഞാൻ ജോലിക്ക് പോകുന്നില്ല, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അവർക്ക് ജോലി ഡിപ്ലോമ കിട്ടില്ല. കാരണം അവരുടെ OJT 3 മാസം അവരുടെ സെൻറ്ററിലുള്ള, അതായത് നമ്മൾ ട്രെയിനിങ് സെൻറ്ററിലുള്ള പഠനവും 3 മാസം ഇൻഡസ്ട്രിയിലുള്ള പഠനവുമാണ്. ആ 3 മാസമാണ് ഇനി ബാക്കിയുള്ളത്. അത് കൃത്യതയോടെ സമയാധിഷ്ഠിതമായിട്ട് അവർ കറക്റ്റായിട്ട് ചെയ്യണം. അറ്റൻഡൻസ് ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പ്രശ്നമില്ല, അല്ല, തീർച്ചയായിട്ടും ഇതേ റൂളാണ് അവിടെയും ബാധകം. അത് കൃത്യമായിട്ടും പാരൻസ് നോക്കുക. കുട്ടികൾ വീട്ടിൽ വന്നിരിക്കരുത്. അവർ തീർച്ചയായിട്ടും ആ 3 മാസം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് എലിജിബിലിറ്റി ഉള്ളൂ എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇനി ഒന്നുകൂടി ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് കുട്ടികൾക്ക് ഒന്നുകൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയുന്നു. അവരുടെ ഭാവി ശോഭനമായി ഇരിക്കട്ടെ, പടിപടിയായി ഉയരങ്ങളിലേക്ക് എത്താനാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കുട്ടികൾ ജോയിൻ ചെയ്യപ്പോൾ ആദ്യത്തെ പേരൻസ് മീറ്റിംഗ് വിളിച്ച് ഞങ്ങൾ ഉറപ്പ് തന്ന കാര്യം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 3 കൊല്ലം കഴിയുമ്പോൾ അവരൊക്കെ കമ്പനിയിൽ പോകും. അത് യാഥാർത്ഥ്യമായി. ഇത് ഞങ്ങളുടെ ഒരു സെൻറ്ററിൻ്റെ മാത്രം മിടുക്കല്ല. NDTFൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും കുട്ടി ഒരു പഠന പദ്ധതിയിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ ഒടുവിൽ ജോലി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. 3 മാസം മുമ്പ് ഞങ്ങൾ കുട്ടികളെ വിടുകയാണ്. പക്ഷെ അത് വിടുന്നത് വീട്ടിൽ പോയിരിക്കാനല്ല, കമ്പനിയിൽ പോയേ പറ്റൂ. ഈ 3 മാസത്തെ കമ്പനിയിലുള്ള ആദ്യ പരിശീലനം കോഴ്സിൻ്റെ ഭാഗമാണെന്ന് ഓർക്കുക. ദയവായി ഈ മാസങ്ങളിൽ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി അവൻ്റെ യോഗ്യതയെ തടസ്സപ്പെടുത്തരുത്. അത് പ്രിൻസിപ്പൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് സ്ട്രിക്റ്റാണ്. ഇനി ഇവരുടെ തൊഴിൽ 4 പേർക്ക് വിദേശത്ത് കിട്ടി, അല്ലാത്തവർക്ക് ഇവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ജോലി ഒരു നിത്യഹരിത മേഖലയാണ്. ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്. ഈ മേഖല പഠിച്ച ഇവർ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന എന്ത് വസ്തുക്കളുടെയും ഡിസൈനും അതിൻ്റെ നിർമ്മിതിയിലും ഇവരുടെ കരവിരുത് കൂടിയേ തീരൂ. എന്ന് പറഞ്ഞാൽ ഇവരുടെ ജോലി ഉറപ്പാണ് എക്കാലത്തും. നിങ്ങൾക്കതിൽ ആശ്വസിക്കാം. NDTFൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ബന്ധുക്കളെയും ഞങ്ങളിലേക്ക് നിർദ്ദേശിക്കാം. അടുത്ത ബാച്ച് അഡ്മിഷന് വേണ്ടി നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ നിർദ്ദേശിക്കുക. അതുവഴി അവർക്കും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്ന അദ്ദേഹത്തിന് തിരക്കുകളുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യപരിപാടിയിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് എവർക്കും NDTFൻ്റെ അകമഴിഞ്ഞ നന്ദി അർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ജയ് ഹിന്ദ്. ഈ നിയമന ഉത്തരവ് വിതരണ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ സൂരജ് M. ബഷീർ അവർക്കുള്ള സ്നേഹപുരസ്സരം ക്ഷണിക്കുകയാണ്. പാഠ്യേതര മികവ് കൊണ്ട് പാലയാട് ക്യാമ്പസിനെ കേരളത്തിലേക്ക് ശ്രദ്ധേയനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിൽ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശ്രീ ഡോക്ടർ സൂരജ് M. ബഷീർ. വളരെ സന്തോഷമുണ്ട് ഇന്നിങ്ങനത്തെ ഒരു റീപ്ലേസ്മെൻറ്റ് ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ. ഈ അടുത്ത ക്യാമ്പസിൽ ഉണ്ടായിട്ട് പോലും NTTFനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ഫെസിലിറ്റീസും ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇന്നിവിടെ വന്നപ്പോഴാണ് ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടെന്നും കുട്ടികൾ എന്താ പറയുക നല്ല സ്കിൽഡ് വർക്കേഴ്സായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അല്ലേ.
അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഞാനിപ്പോൾ പറയായിരുന്നു, ഇവിടെ 3D പ്രിൻ്റർ ഉണ്ട്. ഞാൻ ലൈഫ് സയൻസിലുള്ളൊരു ആളാണ്. സയൻസിൽ നമ്മൾ മോളിക്കുലർ ബയോളജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രിൻ്റ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു MOUയിലൊക്കെ എത്തി നമുക്ക് കൊളാബറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം സ്കില്ലിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്കില്ലിംഗ് എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കാറുണ്ട് പല സബ്ജക്റ്റിലും. പക്ഷേ ഇതുപോലെ സ്കില്ലിങ്ങിൽ കൂടുതൽ ഇത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു നമ്മുടെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ കുട്ടികളൊന്നില്ലെങ്കിൽ റിസർച്ചിലേക്ക് പോവുക, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരാണ് ഒരു ജോലിയിലേക്ക് പോകുന്നത്. ഓക്കെ. ബട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ എന്താ പറയുക, കറക്റ്റായിട്ട് ആ NEPയുടെ ആ ഒരു പോളിസിയിലേക്ക് കൃത്യമായി എന്താ പറയുക പോകുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അതിൽ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളോട് പറയാനുള്ളത് സ്കിൽസ് മാത്രമല്ല, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടിയുണ്ട്. നിങ്ങളൊരു ജോലിക്ക് കയറുന്നു, ഇപ്പോൾ അതൊരു ഫൗണ്ടേഷനായിട്ട് എടുക്കുക. അവിടെ നിന്ന് ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം. അപ്പോൾ നമുക്കൊരു സമീപനം ഉണ്ടല്ലോ, നമ്മളെങ്ങനെയൊരു ഇപ്പോൾ പലർക്കും ഇപ്പം ഞങ്ങളുടെ കുട്ടികളിൽ കാണുന്നത് 50,000 രൂപ ശമ്പളം വേണം, AC റൂം വേണം, മനസ്സിലായി? ആ ഒരു ആറ്റിറ്റ്യൂഡല്ല. നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നു, ഒരു ജോലി കിട്ടിയാൽ അവിടെ നിന്ന് വീണ്ടും ഉയരങ്ങളിൽ പോവുക. നിങ്ങൾ ആ കമ്പനിക്ക് ആവശ്യമുള്ളതാണ് എന്ന് നിങ്ങൾ തോന്നിക്കണം. ആ രീതിയിലേക്കുള്ള സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതിന് കൂടെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും. അല്ലാതെ അയ്യോ ഇത് ഭയങ്കര വർക്ക് പ്രഷറാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പിന്നോട്ടടിക്കും. നമ്മളെപ്പോഴും പറയാറുണ്ട്, വോട്ട് എക്സ്ട്രാ മൈൽ യു അച്ചീവ് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ചിലപ്പോൾ അടച്ചു പൂട്ടിയേക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. NPTELന്റെ സ്വയം പോർട്ടലൊക്കെ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, MOOC കോഴ്സസ് ഉണ്ട്, IIT IISൽ അധ്യാപകർ കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. പക്ഷേ ഹാൻഡ്സ് ഓൺ സ്കിൽ അതിനെന്തായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വന്നേ പറ്റൂ. അപ്പോൾ ഈ ജോലി കിട്ടിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. കുട്ടികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ പാരൻസിനും കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെയധികം സന്തോഷം ശ്രീ ഡോക്ടർ സൂരജ് M. ബഷീർ. അങ്ങയുടെ വാക്കുകളും സന്ദേശങ്ങളും ഞങ്ങൾ നന്ദിയോടെ കേൾക്കുന്നു. ഇനി നമ്മുടെ ഓഫർ ലെറ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങിലേക്ക് നമുക്ക് വഴിമാറുന്നതിന് മുൻപ് നമ്മുടെ ഈ ബാച്ചിൽ ഓരോ വർഷവും നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ അക്കാദമിക രംഗത്തെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിക്കുള്ള ഒരു സ്നേഹോപഹാരം, ഒരു റെക്കഗ്നൈസേഷനാണ് ആദ്യം നൽകുക. നേരത്തെ സൂചിപ്പിച്ചു, 53 പേരടങ്ങുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ CP01. CP01 എന്ന് പറഞ്ഞാൽ കോർ പ്രോഗ്രാം 1 ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിലൂടെയാണ് NTTF പിറവിയെടുക്കുന്നത്. ഈ വർഷത്തെ 2023-26 ബാച്ചിലെ ഏറ്റവും അക്കാദമിക തലത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയെ നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാം. ഈ വർഷം ഏറ്റവും അക്കാദമിക തലത്തിൽ മികവ് പുലർത്തിയത് 3ാം വർഷ ടൂൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മിസ്റ്റർ അർജുൻ N. രാജേഷാണ്. സ്നേഹത്തോടെ അർജുനെ ക്ഷണിക്കുന്നു. അർജുൻ നമ്മുടെ തൊട്ടടുത്ത ഈ നാട്ടുകാരൻ കൂടിയാണ്. മലയാളി ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. മിനിമം പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റർ മിസ്റ്റർ സുധീഷ് ജ്യോതിയുടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറയും, മിനിമം ഒരു കുട്ടി 3 കമ്പനികളിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ഈ വർഷം സാധിച്ചിട്ടുണ്ട്. 5ലധികം കമ്പനികളിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നിലവിൽ ടൂൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഫീൽഡിൽ നല്ല ഡിമാൻഡ് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അയ്യപ്പൻ സാർ സൂചിപ്പിച്ചതുപോലെ നവംബർ മാസത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ പ്ലേസ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നവംബറിന് ശേഷം വന്ന കമ്പനികളിലേക്ക് കൊടുക്കാൻ നമുക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. അത്തരത്തിൽ പുതിയ തലത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കോഴ്സായി നമ്മുടെ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധേയമായ കമ്പനിയാണ് ടൈറ്റൻ
അശ്വന്ത് KC, സൺ ഓഫ് മിസ്റ്റർ പ്രമോദ്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അശ്വന്ത് വരുന്നത്. രക്ഷിതാവ് കൂടി ഈ ഓഫർ ലെറ്റർ വാങ്ങണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസ്റ്റർ അശ്വന്ത് KC, രക്ഷിതാവ് മിസ്റ്റർ പ്രമോദിനും കൂടി ഈ വേദിക്കരികിലേക്ക് വരിക. ആ ഓഫർ ലെറ്റർ വാങ്ങണം എന്ന് സ്നേഹത്തോടെ. ടെക് അഗ്മേരിയിലേക്ക് ഇത്തവണ സെലക്ട് ചെയ്തത് നമ്മുടെ സ്ഥാപനത്തിൽ 2 കുട്ടികളാണ്. വൺ മിസ്റ്റർ ആനന്ദ് കൃഷ്ണ MP ഫ്രം പാലക്കാട് ആൻഡ് മിസ്റ്റർ മുഹമ്മദ് യാസിർ, സൺ ഓഫ് മിസ്റ്റർ അബ്ദുൽ നാസർ മുഹമ്മദ് യാസിറാണ് മറ്റേ രണ്ടാമതുള്ള കുട്ടി. മുഹമ്മദ് യാസിറും പാലക്കാട് തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിപ്ലോമ ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടിയ കുട്ടിയാണ് മുഹമ്മദ് യാസിർ. ടെക് അഗ്മേരി പൂനെയിലേക്കാണ് സെലക്ട് ചെയ്തത്. അടുത്തത് ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ലിമിറ്റഡ്, ബറോഡ, ഗുജറാത്തിലേക്ക് ഈ വർഷം നമ്മൾ 2 കുട്ടികളെ വിടുന്നു. വൺ മിസ്റ്റർ ആദിത് P, സൺ ഓഫ് മിസ്റ്റർ ഷമ്മി കുമാർ ഫ്രം കണ്ണൂർ, അജയൻ സൺ ഓഫ് മിസ്റ്റർ അജയൻ, ബോത്ത് ആർ ഫ്രം കണ്ണൂർ. ആദിത്ത് കണ്ണൂർ സ്വദേശിയാണ്. ഇവർ 2 പേരും ഗുജറാത്തിലുള്ള ബറോഡയിലുള്ള ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് കമ്പനിയിലേക്കാണ് ഇത്തവണ NDTF തലശ്ശേരിയുടെ പ്രതിനിധികളായി പോകുന്നത്. നമ്മുടെ കാർത്തിക് അജയൻ നമ്മുടെ വ്യത്യസ്ത സ്പീച്ച് കോമ്പറ്റീഷനിലൊക്കെ NDTF തലശ്ശേരിയെ കൃത്യമായി അടയാളപ്പെടുത്തിയ മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യമാണ് കാർത്തിക് അജയൻ. താങ്ക് യു. മറ്റൊരു ഏറ്റവും സുപ്രധാന സവിശേഷത മാരുതി സുസുക്കി, ഹരിയാനയിലെ മാരുതി. ഇത്തവണ നമ്മുടെ സ്റ്റൈപ്പൻഡ് എന്നതിനപ്പുറം സാലറി ഹൈക്കിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിച്ച കമ്പനിയാണ് മാരുതി സുസുക്കി. അഭിമാന മത്സരം NDTF തലശ്ശേരി പറയുന്നു. നമ്മൾ ഇത്തവണ 3 പേരെ മാരുതിയിലേക്ക് അയക്കുന്നു. വൺ മിസ്റ്റർ അഭിനവ് M, സൺ ഓഫ് മിസ്റ്റർ സുനീഷ് MK ഫ്രം കണ്ണൂർ. സെക്കൻഡ് മിസ്റ്റർ അഭിനന്ദ് പനോളി, സൺ ഓഫ് മിസ്റ്റർ PK രാജേഷ്, ആൾസോ ഫ്രം കണ്ണൂർ. ആൻഡ് തേർഡ് വൺ മിസ്റ്റർ വിഷ്ണു PS, സൺ ഓഫ് മിസ്റ്റർ ബാബു ഫ്രം കോഴിക്കോട്. അഭിനവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത കമ്പനികളിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂവിന് തയ്യാറാക്കി. അവസാനം 4 കമ്പനി അഭിനവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസ് നടത്തി മാരുതി സുസുക്കി സ്വന്തമാക്കുന്നു അഭിനവിനെ. ഔന്നത്യത്തിൻ്റെ പടവുകൾ ചവിട്ടി ഇനിയും ഉയരങ്ങളിലെത്താൻ അഭിനവനും അഭിനന്ദ പനോളിക്കും ഒപ്പം വിഷ്ണു PS-നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രൊഡക്റ്റാണ്. നിലവിൽ UK-യിലാണ് അഭിനന്ദൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പഠിക്കുന്നത്. മാരുതി സുസുക്കിയിലേക്ക് തന്നെ അഭിനന്ദ് സെലക്ട് ചെയ്തതിന് സന്തോഷം. അടുത്തത് വിഷ്ണു PS. വിഷ്ണു കോഴിക്കോട് സ്വദേശിയാണ്. ബാബു AK-യുടെ പുത്രനാണ് വിഷ്ണു PS. കോഴിക്കോട് സ്വദേശിയാണ് വിഷ്ണു. അടുത്തത് SKM. കുട്ടികൾ ഓരോരുത്തരും വേഗം വന്ന് വാങ്ങാം. അശ്വജിത്ത്, അഭിനവ് T. അഭിനവില്ല അല്ലേ? അംഷിത്, നാല് കുട്ടികളാണ് സെലക്ട് ആയിട്ടുള്ളത്. ആക്യുറേറ്റ് എഡ്ജ് UAE-യിലെ ദുബായ് കമ്പനിയിലേക്ക് പഠനം പൂർത്തീകരിക്കും മുമ്പേ വിദേശത്തേക്ക് പോകാനുള്ള സുവർണാവസരം. 4 കുട്ടികൾ. മിസ്റ്റർ അഭിനവ് PP, സൺ ഓഫ് മിസ്റ്റർ സുനിൽ കുമാർ ഫ്രം കാലിക്കറ്റ്. മിസ്റ്റർ ജിഷ്ണു MP, സൺ ഓഫ് മിസ്റ്റർ രാജേഷ്, ആൾസോ ഫ്രം കാലിക്കറ്റ്. വർഷം കുറച്ചു പ്രയാസം അനുഭവിച്ചുവെങ്കിലും അവസാന ലാപ്പിൽ ഓടിയെത്തി വിദേശത്തേക്ക് തന്നെ ജോലി ലഭിക്കാൻ അഭിനവന് സാധിച്ചിട്ടുണ്ട്. അപ്പം ജിഷ്ണു MP, ജിഷ്ണു പ്രൊജക്റ്റിലൊക്കെ തൻ്റേതായ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഗ്രൂപ്പിനെ മുന്നിൽ നയിച്ച വ്യക്തിയാണ് ജിഷ്ണു. അടുത്ത അനജ് C, സൺ ഓഫ് മിസ്റ്റർ വിജിത്ത് ഫ്രം കണ്ണൂർ. അനജു ആക്യുറേറ്റ് എഡ്ജിലേക്ക് ദുബായിലേക്ക് പ്ലേസായി കഴിഞ്ഞു. അനജ് C. 4ാമത് ആയി ഇത്തവണ വിദേശത്തേക്ക് പോകുന്ന ട്രൂ എഞ്ചിനീയറിംഗിൽ മിസ്റ്റർ ജോൺ ഷിബു, സൺ ഓഫ് മിസ്റ്റർ ഷിബു ആന്റണി, ആൾസോ ഫ്രം കണ്ണൂർ. ജോൺ ഷിബുവിൻ്റെ സഹോദരൻ അലക്സ് ഷിബു കഴിഞ്ഞ വർഷം മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. ഇന്ന് വളരെ നല്ല രീതിയിൽ ഇന്ത്യയിലെ ഒരു
അടുത്തത് എം പ്ലാസ്റ്റിക്സ് മോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെയാണ്, മഹാരാഷ്ട്ര. മിസ്റ്റർ അഭിനവ് ബാബു ATK, സൺ ഓഫ് മിസ്റ്റർ സജ്ജന PP. രണ്ടാമതായി പൂനെ മഹാരാഷ്ട്രയിൽ സെലക്ട് ആയത് മിസ്റ്റർ ആകാശ് KV, സൺ ഓഫ് മിസ്റ്റർ നാരായൺ KV, കണ്ണൂർ. റിസ്വാൻ തർമൽ, സൺ ഓഫ് മിസ്റ്റർ ഖദർ നൂറുദ്ദീൻ, കണ്ണൂർ. അങ്ങനെ 4 പേരാണ് എം പ്ലാസ്റ്റിക്സ് മോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ മഹാരാഷ്ട്രയിലേക്ക് പ്ലേസ് ആയിട്ടുള്ളത്. അടുത്തായി മുഹമ്മദ് മാഹിർ, കണ്ണൂരിലെ പയ്യന്നൂർ പെരിങ്ങം സ്വദേശിയാണ് മാഹിർ. മാഹിറിൻ്റെ രക്ഷിതാവ് ഇവിടെ സന്നിഹിതനാണ്. ഈ വർഷത്തെ ഇഫ്താർ സംഗമം നടത്താൻ ശ്രദ്ധേയമായി മുന്നിട്ടിറങ്ങിയ ഒരു മിടുക്കനായ വിദ്യാർത്ഥി കൂടിയാണ് റിസ്വാൻ, ഒപ്പം തന്നെ മാഹിർ. അതോടെ അടുത്തത് കണക്ടിവിറ്റി പൂനെ. ഈ വർഷം നമ്മുടെ 5 കുട്ടികൾ സെലക്ട് ആയി കഴിഞ്ഞു. മിസ്റ്റർ റജിൻ മാത്യു, സൺ ഓഫ് മിസ്റ്റർ മാത്യു PJ ഫ്രം വയനാട്. അബ്ദുൽ അനാം, മിസ്റ്റർ നൗഷാദ് TV ഫ്രം കണ്ണൂർ. ആയുഷ് TM, son of Mr. Srijit, Kozhikode. And fourth one, Mr. Jishnu KM, son of Mr. Janardhan from Kannur. Last one, Mr. Abhirag Radish, son of Mr. Radish, also from Kannur. ഞാൻ ഈ സ്ഥാപനത്തോട് തൊട്ട് നിൽക്കുന്ന 3ാമത്തെ വീടാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ അനാം. എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന സുഹൃത്താണ് അനാമും അനാമിൻ്റെ കുടുംബവും എപ്പോഴും NTTF ചേർത്ത് പിടിക്കുന്നു. ആയുഷ് കണക്ടിവിറ്റി സെലക്ട് ആയി കഴിഞ്ഞു. ജിഷ്ണു KM. അടുത്തത് അഭിരാഗ് രതീഷ്. അടുത്ത നമ്മുടെ ITW, ഏറ്റവും ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായൊരു കമ്പനിയാണ് ITW. ചെന്നൈ പ്ലാന്റിലേക്ക് 2 പേര് സെലക്ട് ആകുന്നു. മിസ്റ്റർ പ്രണവ് KP, സൺ ഓഫ് മിസ്റ്റർ പ്രശീദ് K. സെക്കൻഡ് വൺ മിസ്റ്റർ അസിൻ കുമാർ, സൺ ഓഫ് മിസ്റ്റർ അനിൽ കുമാർ C ഫ്രം കാലിക്കറ്റ്. സതീശൻ, സൺ ഓഫ് മിസ്റ്റർ സതീശൻ P. ഫോർത്ത് വൺ ആദിത്യൻ രാജ്, സൺ ഓഫ് മിസ്സസ് റീന P, ന്യൂമാൻ. അങ്ങനെ 5 പേരെ നമുക്ക് ITW നിൽക്കുക. ആദിത്യൻ രാജ്. അടുത്ത മറ്റൊരു ശ്രദ്ധേയമായ കമ്പനിയാണ് പ്രിക്കോൾ. കൃതിക്ക് വന്നത് സൺ ഓഫ് മനോജ് കുമാർ. അടുത്തത് പ്രിക്കോൾ ലിമിറ്റഡ് സെലക്ട് ആയിട്ട് മിസ്റ്റർ അഭിനന്ദ് രാജീവ്, സൺ ഓഫ് മിസ്റ്റർ രാജീവ് CE ഫ്രം കോഴിക്കോട്. അശ്വിൻ കൃഷ്ണ P. അർച്ചിത് ഡേവിഡ്, മലപ്പുറത്താണ് അർച്ചിത് ഡേവിഡ് വരുന്നത്. ശ്രീനിധി ഫ്രം കാസർഗോഡ്. അശ്വിൻ കൃഷ്ണയും ശ്രീനിധി 2 പേരും കാസർഗോഡ് സ്വദേശികൾ. 3 വർഷത്തെ പഠനം പൂർത്തീകരിച്ച് മലപ്പുറത്ത് നിന്നും അശ്വിൻ തവണ പ്രിക്കോൾ ലിമിറ്റഡ് ഹൊസൂർ തമിഴ്നാട്ടിലാണ് ജോലിയായി ലഭിച്ചിരിക്കുന്നത്. പ്രിക്കോളിൽ തന്നെ രാജസ്ഥാൻ പ്ലാന്റിലേക്ക് ഇത്തവണ നമുക്ക് 3 കുട്ടികളെ സെലക്ട് ചെയ്യുന്ന പ്രിക്കോൾ രാജസ്ഥാൻ പ്ലാന്റിലേക്ക്. വൺ മിസ്റ്റർ അജയ് ദാസ്, സൺ ഓഫ് മിസ്റ്റർ ഹരിദാസൻ ഫ്രം പാലക്കാട് നിന്ന് അജയ്. മറ്റൊരു എറണാകുളത്ത് നിന്നും ഈ ബാച്ചിലെ ഏക പ്രതിനിധി മിസ്റ്റർ കെവിൻ മണി, സൺ ഓഫ് മിസ്റ്റർ മണി AK. അജയ് ദാസ് പാലക്കാട് നിന്നും, മെൽവിൻ മണി എറണാകുളത്ത് നിന്നും. ഒപ്പം അർജുനൻ രാജേഷ്, സൺ ഓഫ് മിസ്റ്റർ രാജേഷൻ ഗോവിന്ദ്, കണ്ണൂർ. അർജുനൻ രാജേഷ് പ്രിക്കോളിൻ്റെ രാജസ്ഥാൻ പ്ലാന്റിലേക്കാണ് സെലക്ട് ചെയ്ത് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രിക്കോളിൻ്റെ മറ്റൊരു പ്ലാന്റായ ഹിമാചൽ പ്രദേശത്തിൽ ഇപ്രാവശ്യം 3 കുട്ടികളെ സെലക്ട് ആവുന്നു. മിസ്റ്റർ അഭിനവ് ER,
son of Mr. Rajesh K. Trikolinde ഹിമാചൽ പ്രദേശ് കമ്പനിയിലേക്കാണ്. മിസ്റ്റർ ശിവതേജ് PV, son of Mr. രാജേഷ് P. also from Kannur. കോട്ടയം, son of Mr. ജോസഫ് M. ഈ ബാച്ചിലെ തന്നെ ഒരു അഭിമാനമാണ് ജിത്തു. എല്ലാ വിഷയങ്ങളിലും അധ്യാപകരെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, പാഠ്യ വിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളിലും വളരെ ആത്മാർത്ഥതയോടെ ഒതുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിത്തു ഹിമാചൽ പ്രദേശ് കമ്പനിയിലേക്കാണ് സ്ഥലത്ത്. മിസ്റ്റർ അഭിനന്ദിയം, സൺ ഓഫ് മിസ്റ്റർ ഒരു കമ്പനി കൂടിയാണ് ബാക്കിയുള്ളത്. നമ്മളൊരു വലിയൊരു ബറ്റാലിയൻ ഈ വർഷം മദർസൺ ഓട്ടോമോട്ടീവ് ടെക്നോളജി അടുത്ത വർഷം വീണ്ടും ഇവരിലേക്ക് എത്തേണ്ടത്. ഓരോരുത്തരെ കടന്നു വരിക. മിസ്റ്റർ അലൻ റോയ്, സൺ ഓഫ് മിസ്റ്റർ റോയ് ജോൺ ഫ്രം കാലിക്കറ്റ്. യദു കൃഷ്ണ, സൺ ഓഫ് മിസ്റ്റർ ബാബു ET ഫ്രം കണ്ണൂർ. യദു കൃഷ്ണ ശ്രീ കണ്ണൂർ. അനുഗ്രഹ് C, son of Mr. ജയചന്ദ്രൻ കോഴിക്കോട്. തനൂജ് KV, son of Mrs. രജനി KV കണ്ണൂർ from കണ്ണൂർ. Mr. ആശിഷ് KV, son of Mr. ശ്രീനേഷ് KK കണ്ണൂർ. മുഹമ്മദ് മുഹമ്മദ് കഴിഞ്ഞ ശേഷം ആശിഷ് KV. ആശിഷ് KV. ആശിഷ് കഴിഞ്ഞ ശേഷം മിസ്റ്റർ സായന്ത് K, സൺ ഓഫ് മിസ്റ്റർ ബാബുരാജ് KM. ആശിഷ് KV, അത് കഴിഞ്ഞ് സായന്ത്. തുടർന്ന് ശ്രീഹരി രാജീവ്, സൺ ഓഫ് മിസ് സോന ഫ്രം കാലിക്കറ്റ്. ശ്രീഹരി രാജീവ്. തുടർന്ന് ആദിത്യൻ സുനിലും കോട്ടയത്ത് നിന്നാണ് NDTF അഡ്മിഷൻ എടുത്തത്. സൺ ഓഫ് മിസ്റ്റർ സുനിൽ കുമാർ. ആദിത്യൻ സുനിൽ also selected Motherson Automotive and Engineering Chennai. Vaishnav N, son of Mr. Narayan Kutti from Palakkad. Son of Mr. Nishant MP. സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അണ്ടല്ലൂരിനടുത്താണ് സ്വദേശം. അദ്രിനാഥും മദർസൺ ഓട്ടോമോട്ടീവ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ചെന്നൈയിൽ സെലക്ട് ആവുന്നു. അങ്ങനെ 53 കുട്ടികളുടെ നിയമന ഉത്തരവ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആത്മീയ സാന്നിധ്യത്തിൽ നിങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ശ്രീ ഡോക്ടർ സൂരജ് ബഷീർ സാറിനുള്ള സ്നേഹോപഹാരം NDTF തലശ്ശേരി കേന്ദ്രത്തിന് വേണ്ടി NDTF ഹെഡ് അക്കാഡമി മിസ്റ്റർ അയ്യപ്പൻ സർ അത് നൽകും. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡയറക്ടർ അവരുടെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മൾ ഒരു സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി എന്നതിൽ മാത്രമല്ല, ഇവർക്ക് ഒരു ജോലിയിലേക്കുള്ള ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകി വിടുന്നു എന്നത് മാത്രമല്ല, ഒരു ജോലിയാണ് അവരിന്ന് കയ്യിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഏറെ സന്തോഷത്തോടെ എല്ലാ മാതാപിതാക്കളുടെയും മുഖത്തും എല്ലാവർക്കും കാണാൻ പറ്റുന്നത് എൻ്റെ മക്കൾക്ക് ഒരു ജോലിയായി എന്നുള്ള ഒരു സന്തോഷം, അത് കാണാൻ പറ്റി എന്നുള്ളത് ഒരു നല്ല ഒരു കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നു. അത് കണ്ടെത്തിക്കൊണ്ട് അത് കുട്ടികളിലൂടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ പ്ലേസ്ഡ് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പം അസാപ്പിനെ സംബന്ധിച്ച് ഇത്രയും അധികം കുട്ടികൾ അറ്റ് സ്ട്രെച്ചിൽ ഇന്ന് നമ്മുടെ ഈ കോഴ്സ് 3 വർഷ ഡിപ്ലോമ കോഴ്സ് പാസ്സാകുമ്പോൾ ഇത്രയും അധികം ഈ കോഴ്സ് ചെയ്ത എല്ലാ കുട്ടികളും തന്നെ പ്ലേസ്ഡ് ആവുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഈ മൊമെൻറ്റിൽ
ഇതിന് പുറകിൽ പ്രവർത്തിച്ച ആദ്യം തന്നെ നമുക്ക് അഭിനന്ദനം അറിയിക്കേണ്ടത് നമ്മുടെ ഈ 53 കുട്ടികൾക്ക് തന്നെയാണ്. അതിനുവേണ്ടി ഇവരെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾ, പിന്നെ കൂടാതെ ഇവിടെ തുടക്കം തൊട്ട് അവസാനം വരെ കൂടെ നിന്ന നമ്മുടെ NDTF-ൻ്റെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, മറ്റ് സ്റ്റാഫ്, അതുപോലെ ഇവിടെ എല്ലാ സപ്പോർട്ടും തന്ന എല്ലാ പേരൻസ്, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് ASAP-നാണെങ്കിലും NDTF-നാണെങ്കിലും ഇതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ഇന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത് നമുക്കൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിൽ നിന്ന് ഇനിയും ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും നൈപുണ്യപരമായിട്ടും പിന്നെ ഇവരുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും ഓരോ പടി ചവിട്ടുപടി കയറി മുന്നോട്ട് പോകാൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. എടുത്തു പറയുകയാണെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഒരു ഗൈഡായി കുട്ടികളൊപ്പം ചേർന്ന് നിൽക്കുന്ന അധ്യാപകരാണ് ഷാജി സാർ. ഈ സുന്ദര നിമിഷത്തിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്ന ഡോക്ടർ സൂരജ് ബഷീർ സാർ, ഹെഡ് അക്കാദമിക് അയ്യപ്പൻ സാർ, സരസ്വതി മാഡം, രഞ്ജിത്ത് സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ വന്നു, ഇപ്പം 3 വർഷം കഴിഞ്ഞു. നിങ്ങളോടൊപ്പം നിങ്ങളുടെ പാരൻസും ഒരുപാട് സഞ്ചരിച്ചു. അവരുടെ വിഷമങ്ങൾ ചില മാതാപിതാക്കൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി, എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ വ്യത്യസ്ത മേഖലയിൽ മിടുക്കരാണ്. പലർക്കും പല കഴിവുകളാണ്. ഇവരോടൊപ്പം പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് പലരും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം 10-20 വർഷം നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ചേർന്ന് അവരെ വിട്ടുപിരിയാതെ നിങ്ങൾ ജീവിച്ചതാണ്. ഇനി അവർ കുറച്ച് അകന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ വിഷമിപ്പിച്ച് അവരുടെ കമ്പനികളിൽ നിന്നുള്ള ആ ജീവിതത്തിൽ നിന്ന് വിടുതൽ വാങ്ങിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരവസരം നിങ്ങൾ സൃഷ്ടിക്കരുത്. അവരെ നിങ്ങൾ കുറച്ച് പറക്കാൻ വിടുക. അവരുടെ ഫ്യൂച്ചർ നല്ലതാവട്ടെ. അതിനുവേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇന്നിവിടെ ഇവരെ പ്ലേസ്മെൻറ്റിലെ ഡിസ്ട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയവർക്ക് ആ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അക്കാഡമിക് രംഗത്ത് തിയറി സെഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മിസ്റ്റർ ഫെർണാണ്ടസ് എസ് സംസാരിക്കുന്നത്. പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇവരുടെ 6ാമത്തെ സെമസ്റ്ററിൻ്റെ 3 മാസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് ആണ് ഈ മാർച്ച് 31 ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ അവരുടെ ഓൺ ദ ജോബ് ട്രെയിനിങ്, അല്ലെങ്കിൽ നമ്മളതിന് ഇൻറ്റേൺഷിപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ 3 മാസം അവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ അവരുടെ ഇവാലുവേഷനിൽ അവർ ഡെയിലി ആക്ടിവിറ്റീസ്, അതിൻ്റെ റിപ്പോർട്ട് എഴുതണം, മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, മന്ത്ലി പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ഓൺലൈനായിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും. ഈ പ്രസൻറ്റേഷനെല്ലാം ഇവാലുവേറ്റ് ചെയ്ത്, റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്ത്, വൈവ കണ്ടക്ട് ചെയ്ത് അതിന് ഓരോ മാസം മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാർക്ക് ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം, ഈ 3 മാസം ആ മാർക്ക് ഇട്ട് അതിൽ ഔട്ട് ഓഫ് 100-ൽ 60 മാർക്ക് കിട്ടിയാലാണ് ആ കുട്ടി വിജയകരമായിട്ട് OJT കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 മാസം ഈ എക്സാം കഴിഞ്ഞെങ്കിലും ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ആ ഇവാലുവേഷനിൽ 60 മാർക്ക് കിട്ടിയാലാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് എലിജിബിൾ ആവുള്ളൂ. അതല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് കിട്ടാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഷാജി സാറ് പറഞ്ഞ പോലെ ഈ 3 മാസത്തെ ടൈമിൻ്റെ ഉള്ളിൽ അവൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് കമ്പനിയിൽ നിന്ന് നിർത്തി പോന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും എഫർട്ട് നിങ്ങൾ എടുത്തത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ ഇൻഎലിജിബിലിറ്റിയിലേക്ക് അത് വരും. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഈ 3 മാസവും നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ജൂൺ 30-നാണ് ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ.
മാർച്ച് 31 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന് പാരൻസ് വളരെയധികം ആ ഒരു പോയിന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് മാത്രമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. വളരെ അഭിമാനകരമായൊരു നിമിഷത്തിലാണ് പാരൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നത് എന്നറിയാം. കാരണം മക്കൾക്കെല്ലാം വളരെ നല്ല കമ്പനിയിൽ നല്ലൊരു ജോബ് ആണ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇത് അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവർ ഫ്രഷറായിട്ട് ഒരു കമ്പനിയിൽ ഇപ്പോൾ ജോലിക്ക് കയറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മക്കളോട് പറയാനുള്ളത്, അവരുടെ സാഹചര്യങ്ങൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് പല കാര്യങ്ങളും അവർക്ക് എതിരായിട്ടുള്ള രീതിയിലൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ലാംഗ്വേജ്, അവിടുത്തെ ഭക്ഷണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പേരിലൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിൽ മോനെ ബുദ്ധിമുട്ടാണെങ്കിൽ മോനെ ഇങ്ങോട്ട് പോന്നോ എന്ന് പറയരുത്. അതാണ് ഷാജി സാറ് കുറച്ച് മുമ്പ് പറഞ്ഞത്. അത് അവന് ആ ഒരു 1 മന്ത് നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിനോട് അവൻ പൊരുത്തപ്പെട്ടുകൊള്ളും. ആ ഒരു അഡാപ്റ്റബിലിറ്റി അവന് വന്നുകൊള്ളും. അപ്പോൾ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് അറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ, അഡാപ്റ്റബിലിറ്റി അവനെ അത് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. അതിൽ ചെന്നൈൻ്റെ പിറ്റത്തെ ദിവസം തൊട്ട് ചിലപ്പോൾ ചില കുട്ടികൾ പല രീതിയിലുള്ള ഇഷ്യൂസ് പറയും. പക്ഷെ അത് നമ്മൾ ജെന്യൂൻ കേസാണെങ്കിൽ നമ്മളുടെ ഇൻചാർജസിനോട് പറയാം. നമ്മളുടെ സെക്ഷൻ ഇൻചാർജ്, പ്ലേസ്മെൻറ്റ് ഇൻചാർജ്, വൈസ് പ്രിൻസിപ്പൾ, അങ്ങനെ ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളതിൽ തീർച്ചയായും ഇടപെടും. അതിനെതിരെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു 3 മാസം കൂടി കുട്ടിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലെ സപ്ലിമെൻ്ററി ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതായത് 100% 5 സെമസ്റ്ററും പാസ്സാവാത്ത കുട്ടികളുണ്ട്. അവരുടെ ഓഡ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാം, അതായത് ഓഡ് സെം എന്ന് പറഞ്ഞാൽ 3rd സെമ്മും 5th സെമ്മും പാസ്സാവാത്തവർക്ക് മെയ് 1st വീക്കിലാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് ഒരു ഏപ്രിൽ 10-ാം തീയതിക്ക് ശേഷമാണ് ടൈം ടേബിൾ വരിക. അപ്പോൾ കുറച്ച് കുട്ടികളെല്ലാം 5ാമത്തെ സെമസ്റ്ററിൽ സപ്ലിമെൻ്ററി ഉള്ളവരുണ്ട്, 3rd സെമ്മിൽ സപ്ലിമെൻ്ററി ഉള്ളവരുണ്ട്. അപ്പോൾ ആ കുട്ടികൾ മെയ് 1st വീക്കിൽ പരീക്ഷ നിർബന്ധമായിട്ട് എഴുതണം. അതേപോലെ 4th സെമ്മിൽ സപ്ലി ഉള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് ജൂണിലാണ് ഈവൻ സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാം വരുന്നത്. ഇനി 6ാമത്തെ സെമ്മിൻ്റെ എക്സാം നെക്സ്റ്റ് വീക്ക്, അടുത്ത തിങ്കളാഴ്ച മുതൽ 23-ാം തീയതി മുതൽ 24, 25 3 ദിവസം അവർ പ്രാക്ടിക്കൽ എക്സാം, 24, 25 അവരുടെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം തിയറി എക്സാം, അത് കഴിഞ്ഞ് ലാസ്റ്റ് 28-ാം തീയതി പ്രൊജക്ട് പ്രസൻറ്റേഷൻ. അടുത്ത സാറ്റർഡേയോടുകൂടി അവർ തിയറി, പ്രാക്ടിക്കൽ, പ്രൊജക്ട് പ്രസൻറ്റേഷൻ്റെ എല്ലാം ഇവാലുവേഷൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ OJT മാത്രമാണ് പെൻഡിങ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. പരീക്ഷയ്ക്ക് അടുത്ത ആഴ്ച ഒരു കുട്ടി പോലും ആബ്സെൻ്റ് ആവാണ്ട് 100% അറ്റൻഡൻസ് ഉറപ്പ് വരുത്താം. അങ്ങനെ പരീക്ഷ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, അത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എക്സാം ടൈമിൽ എക്സാം നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ഹാളിൽ വരിക, പരീക്ഷ എഴുതുക, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ട്രെയിനീസ്. താങ്ക് യു. ഈ ബാച്ചിൻ്റെ ഇൻചാർജായി ഈ വർഷം പ്രവർത്തിച്ച മിസ്റ്റർ അരുൺ ചന്ദ്രൻ. അരുണ് NTTFൻ്റെ പ്രൊഡക്റ്റാണ്. കോയമ്പത്തൂരിലാണ് ഡിപ്ലോമ ടൂൾ എഞ്ചിനീയറിംഗ് അരുൺ സാർ പഠിച്ചത്. തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കഴിഞ്ഞ 2 വർഷം മുൻപ് വീണ്ടും NTTFൽ അധ്യാപകനായി ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്തു. കഴിഞ്ഞ ലാസ്റ്റ് വർഷമാണ് ഒരിക്കൽ കൂടി തലശ്ശേരിയിൽ അധ്യാപകനായത്. തലശ്ശേരിയിൽ വീണ്ടും തിരിച്ചെത്തിയ ശേഷമുള്ള അരുൺ സാറിൻ്റെ ആദ്യത്തെ ബാച്ചാണ് ഇന്നിവിടെ ഓഫർ ലെറ്റർ വാങ്ങിയത്. ഈ ബാച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്ത് അരുൺ ക്ഷണിക്കുക. ആൻഡ് രൺധീർ സർ, ശ്രുതി മാഡം, ബഹുമാനപ്പെട്ട പാരൻസ്, വിദ്യാർത്ഥികളെ, നിങ്ങൾ NTTFൽ 3 വർഷത്തെ അധ്യയനത്തിൽ നിന്നും കരസ്ഥമാക്കിയത് നിങ്ങളുടെ കരിയറിൻ്റെ ഒരു അടിത്തറയാണ്. ആ അടിത്തറയുടെ മുകളിൽ നിങ്ങൾ ഒരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കുന്നത് പോലെ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കണം. ഏറ്റവും വലിയ ബിൽഡിംഗ് കെട്ടിപ്പടുക്കുന്ന ആൾ ആണ് ഇതിൽ ഏറ്റവും വലിയ വിജയിയാകാൻ പോകുന്നത്. അത് വലിയ ബിൽഡിംഗ് മീൻസ്
ഡിഫറൻറ്റ് മേഖലകൾ, നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന ഡിഫറൻറ്റ് മേഖലകളാണ് ഞാൻ അർത്ഥമാക്കിയത്. ഓക്കെ, എനിക്ക് ഉറപ്പാണ് ഈ കുട്ടികൾ അവരുടെ ഫ്യൂച്ചർ വർക്കിംഗ് ലൈഫിൽ വിവിധ മേഖലകളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡയറക്ടർമാരായും ജനറൽ മാനേജർമാരായും കമ്പനി MD ആയും ശോഭിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു ഹൃദയത്തിൻ്റെ ഭാഷയിൽ. ഇനി എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യം നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന് ഒരു 1, 2, 3 പേർ കടന്നു വന്ന് നിങ്ങളുടെ ഒരു അനുഭവം കൂടി പങ്കുവെക്കുക. തുടർന്ന് കുട്ടികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അനുഭവം പങ്കുവെക്കുക. അതോടുകൂടി നമ്മുടെ ഈ സെഷൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങും. അങ്ങനെ പേരെടുത്ത് വിളിക്കുന്നില്ല, എല്ലാ പേരൻസും വ്യത്യസ്ത സമയങ്ങളിൽ ഇവിടെ പേരൻസ് മീറ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളിലെ പ്രതിനിധികളായി 1, 2 പേർ കടന്നു വരണമെന്ന് സൂചിപ്പിക്കുക. നമസ്കാരം, ഞാൻ അഭിനന്ദ് രാജീവിൻ്റെ ഫാദറാണ്. എനിക്ക് ഈ കുട്ടീനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാൻ ഫസ്റ്റ് ടൈം വന്നപ്പോഴുള്ള അനുഭവം മുതൽ വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് എന്നെപ്പറ്റി ഞാനൊന്ന് പറയാം. ഞാൻ ബേസിക്കലി ഒരു ടെക്നിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എല്ലാം റൈറ്റ് ഫ്രം JTSൽ തുടങ്ങിയ എൻ്റെ അധ്യയനം അത് ഒരു എയർഫോഴ്സിലേക്ക് ചെന്ന് അവസാനിക്കുകയും അവിടുന്ന് റിട്ടയർഡ് ഓഫീസറായിട്ട് പിരിയാനുള്ള ടെക്നിക്കൽ സ്കില്ല് പല മേഖലയിലും, ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയുണ്ട്, എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എയർക്രാഫ്റ്റ് മുതൽ റഡാർ മുതൽ എല്ലാ മേഖലയിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് അഡ്മിഷൻ വന്നപ്പോൾ ഈ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അഭിമാനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിക്കാൻ പറ്റിയിരുന്നല്ലോ, അറ്റ്ലീസ്റ്റ് മകനെങ്കിലും ഇത് പഠിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു അഭിമാനം അന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയ അഭിമാനം ഇന്നത്തെ ഈ ദിവസം അതിൽ കൂടുതൽ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് PTA മീറ്റിങ്ങൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇവിടുത്തെ സാർമാരായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശരിയായ ഒരു ഔട്ട്പുട്ട് ഇന്നാണ് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പല മേഖലയിൽ നിന്നുള്ള കുട്ടികൾ, ഏതൊക്കെയോ സെറ്റപ്പിൽ നിന്നും വന്ന കുട്ടികൾ ഇവിടെ ചേർന്ന് പഠിച്ച് വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിലേക്ക് റിക്രൂട്ടായി പോകുന്നു എന്നുള്ളത് ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പോരായ്മകളുള്ളത് പല PTA മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് അഭിമാനമായിട്ട് എല്ലാം ഓവറോൾ നമ്മൾ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാതിരി എനിക്ക് കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടല്ല, ഇന്ത്യയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടുണ്ട്. ഒരു ഡിപ്ലോമ കാഡറിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഇൻഫ്രാസ്ട്രക്ചറുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ആദ്യമായിട്ട് കാണും. നേരത്തെ ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡം പറയുകയുണ്ടായി, നമ്മളുടെ ഫാമിലിയിലെ കുട്ടികളെ, എസ്പെഷ്യലി ടെക്നിക്കൽ ഫീൽഡിൽ സ്കില്ലുള്ള കുട്ടികളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പരിചയപ്പെടുത്തുകയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുകയും ചെയ്യുന്നത് ഞാൻ എല്ലാ പേരൻസിനോടും പറയുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഭാവിയാണ്. ഇതിപ്പോൾ ഏത് കരിയറിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ ജോബ് അഷ്യൂർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് പബ്ലിക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിച്ചിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെവലിൽ വെക്കുകയാണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് അഭിമാനകരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ അതിനെ ആ അഭിമാനത്തോടു കൂടി തന്നെ ഇവിടുന്ന് പാസ്ഔട്ടായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ നെക്സ്റ്റ് വെഞ്ചറിൽ സാറ് പറഞ്ഞ പോലെ ഇതൊരു ബേസ്മെൻറ്റ് മാത്രമാണ്, ഇനി ബിൽഡിംഗ് അവരുടെ കയ്യിലാണ്, അവർ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതിനുള്ള ഒരു മനോഭാവം കുട്ടികളുണ്ടാവണം. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി എവിടെയൊക്കെ എത്തിച്ചേരാനുണ്ട്, അതിനുവേണ്ടി അവർ പ്രയത്നിക്കണം. ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കമ്പനികളിലും എല്ലാ ഭാവുകളും നേരുന്നു. അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. Good evening everyone, I'm Karthik Ajyan. When I first came here after migrating from Mumbai, I was uncertain about my path and unsure of what I truly wanted to do. I was searching for direction and in many ways for myself. Over time, this place gave me more than just technical knowledge. It gave me clarity, discipline and confidence. It helped me discover an interest in how things are designed and made. And slowly, my perspective on my future began to change. Today, as I graduate with a job in hand, I don't just see it as an outcome, but as a proof of how much I've grown through this journey. I'm deeply grateful to NTTF, the teaching and non-teaching staff, my friends. Your guidance and support and interactions have shaped me in ways I will carry forward for my life.
This journey has not just prepared me for a career, but it has also helped me understand who I am and where I want to go. Thank you. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഞാനിങ്ങോട്ട് ജോയിൻ ചെയ്തത്. ഞാൻ 2023 ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇൻട്രസ്റ്റും ആയിരുന്നില്ല. ഇത്രയും കാലം എൻ്റെ ഇൻട്രസ്റ്റിൽ പോയി അത് ഫ്ലോപ്പായപ്പോൾ അച്ഛനാണ് ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത്. ഇവിടുത്തെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുറച്ച് കഷ്ടം തന്നെയായിരുന്നു. നിർത്തി പോകേണ്ട അവസ്ഥ വരെ വന്ന സമയത്ത് അന്നെൻ്റെ ഇൻചാർജ് വികാസ് സാറാണ് ഉണ്ടായിരുന്നത്. വികാസ് സാറാണ് ഇവിടെ പിടിച്ചു നിർത്തിയത്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തത്. ഒരു ട്രെയിനി ആയിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഇനിയൊരു എംപ്ലോയി ആയിട്ട് ഒരു കമ്പനിയിലോട്ട് പോവാണ്. നല്ല സന്തോഷമുണ്ട്. കുറേ അധികം കാര്യങ്ങൾ ഞാൻ പഠിച്ചു. സ്കില്ലിനുപരി നമ്മളെങ്ങനെ ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, ഒരു കമ്പനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ നിൽക്കണം എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടുത്തെ സാറന്മാരെ നോക്കി പഠിച്ചു. അതും പോരായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ചേച്ചിമാർ മുതൽ പ്രിൻസിപ്പൾ വരെ ഉണ്ടായിരുന്നു കൂടെ. എൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കെ കൂടുതൽ ടൈം ഞാൻ ചിലവഴിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ കുറച്ചധികം വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ എനിക്ക് എന്താ പറയുക, വന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നാണെങ്കിൽ ഇപ്പോൾ പോകണ്ടായിരുന്നു എന്നുള്ള അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ്. ഞങ്ങൾ ഇത്രയും പേര് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വലിയ ഒരു സപ്പോർട്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. ഞങ്ങൾക്ക് ഇത്രയും പേര്, ഈ 53 പേര് ഈ കാണുന്ന കമ്പനികളിലൊക്കെ പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. ഇത് ഞങ്ങളുടെ ചെറിയ ഹാർഡ് വർക്ക്. അത്രയും. താങ്ക് യു എവരിവൺ. നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ദിനമാണ് ഇന്ന്. നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കമായ ഈ ഓഫർ ലെറ്റർ വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ഓഫർ ലെറ്റർ നമ്മുടെ പരിശ്രമത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ആദ്യ വിജയമായി ഞാൻ കണക്കാക്കുന്നു. ഇതിനായി നമ്മെ ഈ നിലയിൽ എത്തിച്ച മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അവരുടെ പിന്തുണയും പ്രോത്സാഹനവും ഇല്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാവുകയില്ലായിരുന്നു. +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് NTTFനെ പറ്റി അറിയുന്നതും ഇവിടെ ജോയിൻ ചെയ്യുന്നതും. +2 കാര്യമായ മാർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ കോഴ്സാണ് എൻ്റെ ഏക ഓപ്ഷൻ എന്ന് ഞാൻ ആദ്യമേ ഉറപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ നല്ല രീതിയിൽ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു നല്ല പ്ലേസ്മെൻറ്റ് തന്നെ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. പ്ലേസ്മെൻറ്റിന് അവസരമൊരുക്കി തന്ന സുധീഷ് ജ്യോതി സാറിനോടും മറ്റ് അധ്യാപകരോടും ഈ അവസരത്തിൽ ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. ഇന്നു മുതൽ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങുകയാണ്. നല്ല വിദ്യാർത്ഥികളായും നല്ല മനുഷ്യരായും വളരാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കോളേജിൻ്റെ അഭിമാനം ഉയർത്തുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അവസാനമായി മനോഹരമായ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുറിച്ചുകൊണ്ട് കുട്ടികൾ അവരൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഒരുക്കിയിട്ടുണ്ട്. അതൊരു സർപ്രൈസ് വീഡിയോ എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം നന്ദി പ്രകാശിപ്പിക്കും.
വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് സുധീഷ് ജ്യോതി സാറാണ്. NDTF-ൻ്റെ അലുമിനിയാണ്. NDTF-ൻ്റെ ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ പഠനം പൂർത്തീകരിച്ച് വ്യത്യസ്ത കമ്പനികളിൽ ജോലി ചെയ്ത് കഴിഞ്ഞ 10 വർഷത്തിലധികം NDTF-ൻ്റെ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. നിലവിലുള്ള മെക്കാനിക്കൽ സൈഡ് പ്രത്യേകിച്ച് ഡിപ്ലോമ ടൂൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ പ്ലേസ്മെൻറ്റ് കോർഡിനേറ്ററായി കഴിഞ്ഞ കുറച്ച് വർഷമായി പ്രവർത്തിക്കുന്നു. ഈ പ്ലേസ്മെൻറ്റ് കോർഡിനേറ്ററിൻ്റെ അനുഭവം ഒപ്പം ഈ പരിപാടിക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്ത് സുധീഷ് ജ്യോതി സാറെ ക്ഷണിക്കുകയാണ്. മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDTF തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. 3 വർഷം മുൻപേ കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പ്രിൻസിപ്പൾ അയ്യപ്പൻ സാറായിരുന്നു, ഇപ്പോഴത്തെ ഹെഡ് അക്കാഡമിക്. അദ്ദേഹം എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് പാസ്സായി പോകുമ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ജോലി കിട്ടുമെന്ന്. അതെന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. ആ വാക്ക് ഇന്നിവിടെ നിറവേറുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് നമ്മുടെ എല്ലാ രക്ഷിതാക്കളും കുട്ടികളിവിടെ ചേർത്തിയിരിക്കുന്നത്. ആ ഒരു സ്വപ്നം സഫലമാകുക. ഈ പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നവംബർ 15-ാം തീയതി ആണ് നമ്മുടെ, കാരണം കൃത്യമായിട്ട് പറയാമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ അരുൺ സാറ്, ഇവരുടെ സെക്ഷൻ ഇൻചാർജ് ആയിരുന്ന അരുൺ സാറ് അന്ന് പൂനെയിലേക്ക് പോവുകയാണ്. പൂനെയിലേക്ക് ഒരു വിസിറ്റിന് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് തുടങ്ങുന്നത്. നവംബർ 15. അരുൺ സാറ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ പകുതി കുട്ടികൾ പ്ലേസായി. പിന്നെ ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ ആകുമ്പോഴേക്കും 53 കുട്ടികളും പ്ലേസായി. അതായത് 1.5 മാസത്തെ കാലയളവിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കുട്ടികളും പ്ലേസായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വിവിധ കമ്പനികൾക്ക് അത്യാവശ്യമായിട്ട് നമ്മളെ ടൂൾ എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച കുട്ടികളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചൂടപ്പം പോലെ നമ്മളെ കുട്ടികൾ വിറ്റൊഴിച്ചു പോയത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അത്രക്കും ഡിമാൻഡുണ്ട് ചുരുക്കി പറഞ്ഞാൽ. അതുകൂടാതെ തന്നെ പുതുതായിട്ട് മാരുതി, സുസുക്കി, അതുപോലെ വേറെ നമ്മളെ കുട്ടികൾക്ക് തന്നെ അറിയാൻ പറ്റും ITW, ആ കമ്പനികളൊക്കെ നമ്മളെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മളെ കുട്ടികളെ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെയിലാണ് കോഴ്സ് കഴിയാറ്, അപ്പോഴേക്കും കുട്ടികൾ അവൈലബിൾ ആയിരിക്കുമല്ലോ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ അവർ വരുമ്പോഴേക്കും നമ്മളെ കുട്ടികളൊക്കെ പോയി. എന്നാലും മറ്റ് കമ്പനികളിൽ നിന്ന് 10ഓളം കുട്ടികൾ എടുത്ത കമ്പനികളിൽ നിന്ന് 2 കുട്ടികളെ ഒരു കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റി വേറെ 2 കുട്ടികളെ വേറൊരു കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടാണ് ഈ മാരുതി പോലെയുള്ളതും അതുപോലെ ITW പോലെയുള്ള കമ്പനികൾക്കെല്ലാം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അത് നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ടേക്ക് ഹോം സാലറി മിനിമം 25,000 ആണ്. മിനിമം 25,000 രൂപ കുട്ടികൾക്ക് കയ്യിൽ കിട്ടുന്നു. ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് 5 lakh പെർ ഇയർ കിട്ടുന്ന കുട്ടികളുണ്ട്. 5 lakh പെർ ഇയർ, അത് അറൗണ്ട് 42,000 അടുത്തോളം വരുന്നുണ്ട്. അതുകൂടാതെ ദുബായിൽ 4ഓളം കുട്ടികൾ പ്ലേസ് ആയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ എല്ലാം കുട്ടികളുടെ കഴിവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ പുറമേ തന്നെ ഇപ്പോഴത്തെ കുട്ടികളെ ആ രീതിയിലേക്ക് നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ഈ രീതിയിൽ പ്ലേസ് ചെയ്യാനും എല്ലാം സാധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഒരു സഹായവും സപ്പോർട്ടും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കന്മാർ ഇപ്പം D1-ലാണെങ്കിലും ശരി, D1-ൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കുട്ടികൾ D2-ലെത്തുമ്പോൾ. D1-ലാകുമ്പോൾ നമ്മൾ അത്ര ഒരു മോൾഡിങ് രീതിയിലേക്ക് വരുന്നില്ല. സെക്കൻഡ് ഇയറിൽ എത്തുമ്പോഴേക്കും കുട്ടികൾ ഏകദേശം ട്രാക്കിലായി വരുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും D1 മുതൽ D3 വരെ ഉണ്ടായ ഇവിടുത്തെ സ്റ്റാഫാണ്. ആ സ്റ്റാഫിനെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ സെക്കൻഡ് ഇയറിൽ നിന്നുള്ള അവരുടെ ട്രാൻസ്ഫോർമേഷൻ
അത് D3 ഉണ്ടാകുന്ന അവരുടെ മാറ്റങ്ങൾ, സെക്കൻഡ് ഇയറിലെത്തുമ്പോൾ ഈ കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ D3 കുട്ടികൾ നമ്മളുടെ ട്രാക്കിലായി. പിന്നെ കുട്ടികളുമായിട്ട് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയി. നല്ല രീതിയിലുള്ള ഒരു ഇപ്പം നേരത്തെ ഒരു കുട്ടിയത് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഹ്യൂമൻ വാല്യൂസിന് പ്രാധാന്യം കൊണ്ടുകൊണ്ട് അവർ മാറിക്കഴിഞ്ഞു. ആ രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. എന്തായാലും ഈ പ്ലേസ്മെൻറ്റിൽ എന്നെ സഹായിച്ച ഒരുപാട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ പ്ലേസ്മെൻറ്റ് നടത്തിയത്. ഈ മാനേജ്മെൻറ്റിനോട്, NTTF മാനേജ്മെൻറ്റിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഉത്തരവാദിത്തമായ നന്ദി പ്രസംഗത്തിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഈ വേദി ഒരുക്കി തന്ന, ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ രാജേഷ് സാർ, ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ സ്വാഗത സംഭാഷണം നടത്തിയ വൈസ് പ്രിൻസിപ്പൽ രൺധീർ സാർ, താങ്ക് യു സാർ. പിന്നെ അധ്യക്ഷൻ സരസ്വതി VM പ്രിൻസിപ്പൽ മാഡം, താങ്ക് യു. അതുകൂടാതെ ഈ ഒരു അവസരത്തിൽ ഹെഡ് അക്കാഡമിക് NTTFൻ്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന അയ്യപ്പൻ സാർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. അതിനു പുറമെ നമ്മുടെ ഈ അടുത്തുണ്ടായിട്ടും നമ്മളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൂരജ് സാർ ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആ സൂരജ് സാറുടെ വിലപ്പെട്ട സമയമാണ് നമ്മളോട് ചെലവഴിച്ചത്. അദ്ദേഹത്തിനോടും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ആശംസ അറിയിച്ച ഷാജി സാർ, ഫെർണാണ്ടസ് സാർ അക്കാഡമിക്, അതുപോലെ അവരുടെ D3 ഇൻചാർജ് അരുൺ സാർ, ഇവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതുകൂടാതെ ഈ ഒരു പരിപാടി പ്രൗഢഗംഭീരമാക്കി തീർത്തത് നമ്മുടെ കോമ്പയറിങ്ങിൻ്റെ പവറാണ് നമ്മുടെ വികാസ് സാർ. വികാസ് സാർ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എന്താ വെച്ചാൽ കക്ഷി ഇന്ന് രാവിലെയാണ് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇന്ന് രാവിലെ വരെ പാലക്കാടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രസൻസും വളരെ പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയത്തക്ക വിധത്തിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനു പുറമെ നമ്മുടെ D3 സ്റ്റുഡൻസ്, നമ്മുടെ എത്രയും പ്രിയപ്പെട്ട കുട്ടികൾ, അവരോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. അതുകൂടാതെ എനിക്ക് ഈ അറേഞ്ച്മെൻറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകം എടുത്തു പറയുന്ന 2-3 കുട്ടികളുണ്ട്. ജിത്തു ജോസഫ്, അതുപോലെ തന്നെ അനജ്, അദ്രിനാഥ്, അവരോടൊക്കെ പ്രത്യേകം നന്ദി. ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെയൊക്കെ കാട്ടി തീർക്കാൻ പറ്റിയല്ലോ. അവരൊക്കെ എനിക്ക് പലപ്പോഴും അവരോടൊപ്പം ബഹുമാനമാണ്. എന്താ മോനെ? ആ സാർ അത് ചെയ്തിട്ടുണ്ട് മോനെ, അതും ചെയ്തിട്ടുണ്ട് സാർ. സാർ പരിപാടി മാത്രം നടത്തിയാൽ മതി. അങ്ങനത്തെ രീതിയിലാണ് കുട്ടികൾ. അത്രക്കും നല്ല മെച്ചുവറായിട്ട് മാറി കുട്ടികൾ. എന്നിരുന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. जनगण मनाधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभाशिष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय जय जय